എപ്പോഴാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് നമ്മുടെ വാഹനത്തിന് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഞാൻ ഈ കാണിക്കുന്ന സ്വിച്ച് പലപ്പോഴും പലരും കണ്ടിട്ടുള്ളൊരു കേസാണ്. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നൊരു ഫീച്ചറാണ്. പഴയ വാഹനങ്ങൾക്ക് ഇല്ലെന്നല്ല, ഒരുപാട് പഴയ വാഹനങ്ങളിൽ പോലും ഈ ഒരു ഫീച്ചർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുടെ വാഹനങ്ങളിൽ ഈ ഒരു സ്വിച്ച് ഇപ്പോഴാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് ട്രാക്ഷൻ കൺട്രോൾ എന്നാണ് ഈ ഒരു സ്വിച്ചിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും, അല്ലെങ്കിൽ ഒരുപാട് പേര് എന്നോട് സംശയം ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന സ്വിച്ച് എപ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്തിടേണ്ടത്, അല്ലെങ്കിൽ ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ശരിക്കും ട്രാക്ഷൻ കൺട്രോൾ കൊണ്ടുള്ള ഗുണം എന്താണ്? കാരണം നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് അതിൻ്റെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്നതായിരിക്കത്തില്ല. പക്ഷേ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്ലസ്റ്റർ മീറ്ററിൽ ഇത് ഓഫ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ശരിക്കും അങ്ങനെ ഓഫ് ചെയ്തിടേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിടേണ്ടത്? ഇങ്ങനെ ഒരു സംശയം പലരുടെയും മനസ്സിലുള്ളതാണ്. ഇന്ന് നമുക്ക് ആ ഒരു സംശയം തീർത്ത് തരാം. കാരണം എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ട്രാക്ഷൻ കൺട്രോൾ. ശരിക്കും ട്രാക്ഷൻ കൺട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ തന്നെ വളരെ സുപരിചിതമാണ്. ട്രാക്ഷൻ, അതായത് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പിടുത്തം. നമ്മുടെ വാഹനം വഴി കൂടെ ഓടിക്കുന്ന സമയത്ത് റോഡും ടയറുമായിട്ടുള്ളൊരു കോൺടാക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പിടുത്തത്തിനെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴാണ് ട്രാക്ഷൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വാഹനം ഒരു കുഴിക്കകത്ത് വീഴുമ്പോഴോ ചള്ളക്കകത്ത് വീഴുമ്പോഴോ, അല്ലെങ്കിൽ ചെളിയൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ചെളിയിലോട്ടൊക്കെ വീണ് കഴിയുമ്പോൾ ഒരു ടയർ മാത്രം ചുമ്മാ കറങ്ങുന്ന നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും അങ്ങനെ കറങ്ങുന്നത് പിടുത്തമില്ലാതെ, ട്രാക്ഷൻ ഇല്ലാതെ കറങ്ങുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രാക്ഷൻ ഇല്ലാതെ കറങ്ങുന്നു എന്ന് പറയുന്നത്. എല്ലാ വാഹനങ്ങൾക്കും ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. എൻ്റെ ഈ വാഹനത്തിന് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു ടോപ്പിക് ഇതുപോലെ കറങ്ങുന്നതിനെയാണ്. അതായത് ഫ്രീ ആയിട്ട് കറങ്ങുമെന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കിട്ടുന്നില്ല. പക്ഷേ ട്രാക്ഷൻ കൺട്രോളുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു ടയർ കുഴിക്കകത്ത് പോയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെളിക്കകത്ത് വീണ് കഴിഞ്ഞാൽ ആ ഒരു ടയർ മാത്രം കറങ്ങത്തില്ല. നേരെ ആ ഒരു ഡ്രൈവ് അപ്പുറത്തും കൂടെ കൊടുത്ത് അതിൽ നിന്ന് പതുക്കെ പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കും. വെറുതെ കറങ്ങത്തില്ല. അതായത് ചുമ്മാ കറങ്ങി ട്രാക്ഷനെ വെറുതെ, അല്ലെങ്കിൽ ട്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ വെറുതെ കറങ്ങി പോകത്തില്ല. അതാണ് ശരിക്കും ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഗുണം. അതായത് നമ്മളിപ്പോൾ ഒരു വളവൊക്കെ തിരിക്കുകയാണ്, വാഹനം സ്കിഡായി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഓവറായിട്ട് സ്റ്റീറായി പോകാൻ, അല്ലെങ്കിൽ ഓവറായിട്ട് ടയർ കറങ്ങാനുള്ള ചാൻസസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അവിടെ അപ്ലൈ ചെയ്യും. അതായത് ശരിക്കും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. വാഹനം തന്നെ അത് സെൻസ് ചെയ്ത് അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഈ പറയുന്ന ട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് നമ്മുടെ വാഹനത്തിന് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല കുത്തനെയുള്ളൊരു കയറ്റം കയറില്ല, നിങ്ങളൊരു ഹൈ റേഞ്ച് പോവാണ്, ഓഫ് റോഡ് പോവാണ്, ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളൊരു കയറ്റം കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോൾ ബ്രേക്കിങ് ചെയ്യും. കാരണം ഒരു സൈഡ് പിടുത്തം ഇല്ലാതെ, അല്ലെങ്കിൽ കറക്കം വരികയാണെങ്കിൽ അവിടെ പിടുത്തം വരുമ്പോൾ നമുക്കൊരു കയറ്റം കയറാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് നിങ്ങളിപ്പോൾ ഒരു കയറ്റം കയറാൻ വേണ്ടി നിൽക്കാൻ കുറച്ച് മടിയും സർഫസും കാര്യങ്ങളൊക്കെയാണ്, ഒറ്റയടിക്ക് നമുക്കറിയാം, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ വാഹനം എങ്ങനെ ഓടിച്ചാൽ എങ്ങനെ കയറും എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ഒരു കയറ്റം കയറാൻ വേണ്ടി നോക്കുകയാണ്, കുറച്ച് മടി റോഡാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെങ്കിൽ പകുതിക്ക് എത്തുമ്പോഴത്തേക്കും അത് പുറകോട്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് വിടുന്ന സമയത്ത് വാഹനം കയറിപ്പോകത്തില്ല. ഇങ്ങനെ കയറിപ്പോകാതെ വരുന്ന സമയത്താണ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിരിക്കണം. അതായത് അത് ഉറപ്പായിട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും, നിങ്ങളുടെ വാഹനം വലിക്കത്തില്ല, അല്ലെങ്കിൽ കയറത്തില്ല. അന്നേരം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുക. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ വാഹനം സാധാരണ വാഹനം കയറുന്ന പോലെ സുഖമായിട്ട് കയറി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ എപ്പോഴാണ് ഓൺ ആക്കിയിടേണ്ടത്, എപ്പോഴാണ് ഓഫ് ആക്കിയിടേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വാഹനം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാക്ഷൻ കൺട്രോൾ എപ്പോഴും ഓൺ ആയിരിക്കും. അതായത് ഒരു തവണ നിങ്ങളിപ്പോൾ ഓഫ് ചെയ്തു, ട്രാക്ഷൻ കൺട്രോൾ ഒരു തവണ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, വാഹനം ഓഫ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. ഡിഫോൾട്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്ന് തോന്നുന്നു അന്നേരം അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഓഫാണ്. ഒരു തവണ വാഹനം ഓഫ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ ഫംഗ്ഷൻ ഓൺ ആവും, ഒരിക്കലും ഓഫ് ആകത്തില്ല. അത് ഓഫ് ആണെങ്കിൽ നമ്മൾ തന്നെ മാനുവലായിട്ട് അത് ഓഫ് ചെയ്യണം. പെർമനൻ്റ് ആയിട്ട് ഓഫ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഇല്ല.